ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധ നോമ്പിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ ധ്യാന വിഷയം ഉയർപ്പ്, പുതുജീവൻ്റെ പ്രത്യാശ. ഇതിന് ആസ്പദമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മാനവരാശിയുടെ പുതുജീവൻ നൽകുന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് നൽകിയത്. മരണം എല്ലാറ്റിൻ്റെയും അവസാനമാണ് എന്ന് ചിന്തിച്ചിരുന്ന എല്ലാ തത്വസംഹിതകളെയും പൊളിച്ചെഴുതി. മരണം പുതിയ ജീവിതക്രമത്തിലേക്കുള്ള വാതായനങ്ങളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇവിടെ നാം ഇന്ന് ചിന്തിക്കുന്ന ഭാഗത്ത് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിനമായ ശബ്ബത്തിൽ യേശുവിനെ സ്നേഹിച്ചിരുന്ന ചില സ്ത്രീകൾ വന്നതിനെ പറ്റിയുള്ള വിവരണമാണ്. അവർ സുഗന്ധവർഗവുമായി എത്തി എന്നാണ് വായിക്കുന്നത്. അവർ കർത്താവിൻ്റെ മരണശേഷം സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി ശബ്ബത്തിൽ സ്വസ്ഥമായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസ് 23:56 വായിക്കുന്നു. വലിയ എതിർപ്പുകൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ ആ നാടിനെ ഇളക്കിമറിച്ചു യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ധൈര്യം കൈവിടാതെ അതികാലത്ത് തന്നെ കല്ലറക്കിലെത്തിയ സ്ത്രീകൾ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ എത്തിയവർ തന്നെ ആയിരുന്നു. കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ഭയത്തെയും ആകുലതകളെയും ഇല്ലാതാക്കുന്നു. ശിഷ്യന്മാർ ഭയന്ന് ഓടി ഒളിച്ചിരിക്കുമ്പോൾ ധൈര്യപൂർവ്വം വെല്ലുവിളികളെ അതിജീവിച്ച് എത്തിയ ഈ സ്ത്രീകൾ ഇന്ന് നമുക്ക് ഏറെ മാതൃകയാണ്. അവർ കല്ലറയ്ക്കൽ വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് മാത്രമല്ല, സുഗന്ധവർഗവുമായി എത്തിയ അവർ യേശുവിൻ്റെ ശരീരം കണ്ടതുമില്ല. പകരം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പുരുഷന്മാരെ കണ്ട് അവർ ഭയന്നു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതിനാൽ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ട എന്ന ശുഭവാർത്തയും ലഭിക്കുന്നു. ധൈര്യപൂർവ്വം വന്ന ഈ സ്ത്രീകൾക്കാണ് കർത്താവ് ഉയർത്തു എന്ന ശുഭവാർത്ത അഥവാ പ്രത്യാശയുടെ വാർത്ത ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചത്. അവർ അത് ഗ്രഹിക്കുകയും കല്ലറ വിട്ട് മടങ്ങിപ്പോയി ശിഷ്യന്മാരോടും ശേഷം എല്ലാവരോടും അറിയിക്കുന്നു. കർത്താവ് ഉയർത്തു എന്ന സുവിശേഷം ആദ്യമായി ലോകത്തെ അറിയിക്കുവാനുള്ള ഭാഗ്യം ഈ സ്ത്രീകൾക്കാണ് ലഭിച്ചത്. ധൈര്യപൂർവ്വം ഭയമെന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് പുത്തൻ നിയോഗം നൽകുന്നു. ശിഷ്യന്മാർ കൂടെ നടന്നെങ്കിലും ഭയം മൂലം ഓടി ഒളിച്ചു. ഒടുവിൽ അവർ പോലും ഉയർപ്പിൻ്റെ സുവിശേഷം അറിഞ്ഞത് ഈ സ്ത്രീകൾ വഴിയാണ് എന്നത് ഏറെ പ്രസ്താവ്യമത്രേ. പ്രിയരെ, വെല്ലുവിളികൾ നിറഞ്ഞ രാത്രിയിൽ കർത്താവിനോടൊപ്പമുള്ള എല്ലാറ്റിലും ഉപരി നമ്മുടെ ജീവനേക്കാളുപരി കർത്താവിനെ സ്നേഹിക്കുന്നവരാകാം. അത് നമ്മുടെ ആകുലതകളെയും ഭയത്തെയും ദൂരീകരിക്കുന്നു. ഇത് നമ്മെ പുത്തൻ നിയോഗങ്ങളിലേക്ക് നയിക്കുന്നു. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സുവിശേഷവാഹകരായി ഉയർപ്പിൻ്റെ പ്രത്യാശ പകരുവാൻ ദൈവം നമ്മെ നിയോഗിക്കട്ടെ. ആമേൻ.